ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് അർച്ചന വീണ്ടും കോടതിയിലെത്തുകയാണ്. തിരുമലക്കുടിയിൽ വെച്ച് തനിക്കുണ്ടായ അപകടങ്ങളെല്ലാം അർച്ചന ദീപ്തിയോട് മാത്രം തുറന്നു പറയാണ്. വീട്ടുകാരോട് പോലും തുറന്നു പറയാതെ ഇത്രയും വിശ്വാസമുള്ള ദീപ്തിയോട് മാത്രമാണ് അർച്ചന പറയുന്നത്. ഇതെല്ലാം കേട്ട് ദീപ്തി ചോദിക്കുന്നുണ്ട്, കരിമലക്കൊടിയിലേക്ക് പോയ നിന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത് ആരാണ്? അത് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? എന്റെ സംശയം വിജയ് ശങ്കർ തന്നെയാണെന്ന് ദീപ്തി പറയുന്നുണ്ട്. പിന്നീട് അർച്ചന പറയുന്നുണ്ട്, കരിമലക്കുടിയിലെ പീഡന കേസ് ഏറ്റെടുത്തതോടുകൂടി അർച്ചന അസോസിയേറ്റ്സ് ഇവിടെ നിലനിൽക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് വളരെ വാശിയോടെ അർച്ചന പറയുമ്പോൾ ദീപ്തിയും അതിന് സപ്പോർട്ട് നിൽക്കുകയാണ്. എന്നാൽ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് ജഗദീഷ് വക്കീൽ ഒളിഞ്ഞു കേൾക്കുകയാണ്. പിന്നീട് ഇതെല്ലാം ജഗദീഷ് വക്കീൽ നേരെ പോയി വിജയ് ശങ്കറിനോട് പറയാണ്. പിന്നീട് വിജയ് ശങ്കർ അർച്ചനയോട് വന്ന് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ അധികമൊന്നും പ്രസംഗിക്കണ്ട, നീ ചാടിയാൽ എത്രത്തോളം ഉയരുമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് അർച്ചനയെ പരിഹസിക്കുകയാണ്. അർച്ചന അപ്പോൾ തന്നെ വിജയ് ശങ്കറിന് നല്ല തക്ക മറുപടിയും കൊടുത്തുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. എന്നാൽ വിജയ് ശങ്കർ ജഗദീഷ് വക്കീലിനോട് പറയുന്നുണ്ട്, അവളുടെ നാശം തുടങ്ങാൻ പോകുന്നതേയുള്ളൂ, ഞാൻ അവളെ തീർക്കുമെന്ന് വിജയ് ശങ്കർ വാശിയോടെ പറയുന്നുണ്ട്. അതിനുശേഷം കോടതിയിൽ നിന്ന് അർച്ചന വീട്ടിലേക്ക് എത്തുകയാണ്. വീട്ടിലെത്തിയതിനു ശേഷം ചും രുക്കുവും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അർച്ചനയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രുക്കുവിനെ പെട്ടെന്ന് ഛർദിക്കാനായിട്ട് വരികയാണ്. രുക്കു അപ്പൊ തന്നെ അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് റൂമിൽ വെച്ച് അച്ചുവും രുക്കുവും തമ്മിൽ സംസാരിക്കുകയാണ്. അച്ചു അപ്പോൾ രുക്കുവിനോട് പറയുന്നുണ്ട്, നമ്മൾ ഇനിയും ഈ കള്ളക്കളി തുടർന്നു പോവണ്ട, എന്നില്ലെങ്കിൽ സത്യം എല്ലാവരോടും നമുക്ക് തുറന്നു പറയാം, അല്ലെങ്കിൽ നീ എത്രയും പെട്ടെന്ന് ഗർഭിണിയാവണമെന്നും അച്ചു പറയുമ്പോ രുക്കു പറയുന്നുണ്ട്, എനിക്ക് ഉടനെ തന്നെ ഗർഭിണിയാവാൻ ഒരു താല്പര്യവുമില്ല, നീ എന്നെ അതിന് നിർബന്ധിക്കരുതെന്ന് ദേഷ്യത്തോടെ രുക്കു പറയുന്നുണ്ട്. എന്നാൽ ഇത് കേട്ട് അച്ചുവിനും ആകെ ദേഷ്യം വരികയാണ്. രുക്കു എന്ന് വിളിച്ചുകൊണ്ട് അച്ചുവും ഷൗട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് രാത്രിയിൽ അർച്ചന കേസ് ഫയലുകളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തന്നെ കരിമലക്കുടിയിൽ വെച്ച് അപകടപ്പെടുത്താൻ നോക്കിയതിനു പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അർച്ചനയ്ക്ക് സംശയം തോന്നുകയാണ്. അങ്ങനെ അർച്ചന ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. നാളെ വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡുമായി കാണാം. ബൈ, ഗുഡ് നൈറ്റ്.